കാസർഗോഡ് കുമ്പളയിലെ ടോൾ പിരിവിനെതിരെ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അനർഹമായാണ് പണപ്പിരിവ് നടത്തുന്നത്. നിലവിലെ തീരുമാനം ഈ മേഖലയിലെ പ്രതിസന്ധിയിൽ ആഴ്ത്തുമെന്നും അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജില്ലയിൽ മുഴുവൻ സർവീസുകളും നിർത്തിവെക്കുമെന്നും അസോസിയേഷൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ദേശീയപാത അതോറിറ്റി കാസർഗോഡ് ആരിക്കാടിയിൽ നിർമ്മിച്ചിട്ടുള്ള ടോൾ പ്ലാസ പ്രൈവറ്റ് ബസ് ജീവനക്കാർക്കും വലിയ തലവേദനയാകുകയാണ്. ഒരു ദിവസം 1700 രൂപയിലധികമാണ് ടോളായി നൽകേണ്ടി വരിക. ഇത്തരത്തിലുള്ള ഭീമമായ തുക നൽകിയാൽ ഈ വ്യവസായം തന്നെ പ്രതിസന്ധിയിലാകുമെന്ന ഒരു ആശങ്ക കൂടി പ്രൈവറ്റ് ബസ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഗിരീഷാണ് ഇപ്പോൾ നമ്മളോട് ചേരുന്നത്. എങ്ങനെയാണ് നിലവിൽ ഇത്തരത്തിലൊരു ടോൾ പിരിവ് നിങ്ങളെ ബാധിക്കുക? ഞങ്ങൾക്ക് അത് വളരെ കഷ്ടത്തിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും സ്വകാര്യ ബസ്സുകൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാണാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഒരു വർഷത്തേക്കാണ് അവിടെ ടോൾ കൊടുത്തിട്ടുള്ളത്. ഈ നാഷണൽ ഹൈവേ ആയതിനു ശേഷം വരുന്നത് ശരിയാണ്. ഇത് വെറും 22 കിലോമീറ്ററിനകത്ത് 2 ടോളാണ് വരുന്നത്. ആ 2 ടോളാണെങ്കിൽ ഭീമമായ തുകയാണ്. ഒരു ട്രിപ്പ് തലപ്പാടി പോയിട്ട് വരണമെങ്കിൽ 440 രൂപയാണ് എടുക്കേണ്ടത്. മിക്ക ബസ്സുകളും 4 ട്രിപ്പും അതിൽ കൂടുതൽ ട്രിപ്പുകളാണ് ഓടുന്നത്. അതുമാത്രമല്ല, അതിനേക്കാൾ വലിയ പ്രശ്നം കുമ്പളയിൽ നിന്ന് ആരിക്കാട് എന്ന സ്ഥലത്ത് ഓടിയിട്ട് കിതൂർ കളത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളുണ്ട്. ആ ബസ്സുകൾ 6-8 ട്രിപ്പാണ് ഓടുന്നത്. ആ ബസ്സുകളും ഈ റോഡേ ഉപയോഗിക്കുന്നില്ല. പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇതിലേക്ക് കയറുന്നത്. ഞങ്ങൾക്ക് നേരത്തെ ഞങ്ങൾ റോഡ് ടാക്സ് അടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സർവീസ് റോഡാണ് ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഒരിക്കലും എക്സ്പ്രസ് ഹൈവേയിൽ കയറിക്കൂടാ. എക്സ്പ്രസ് ഹൈവേയിൽ പോകുന്നത് നാഷണൽ പെർമിറ്റ് ലോറികളും മറ്റേ ടൂറിസ്റ്റ് ബസ്സുകളും അതുപോലെ തന്നെ ലിമിറ്റഡ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളൊക്കെ അതിൽ പോകും. ഞങ്ങൾ സർവീസ് റോഡിലാണ്. ഞങ്ങൾ ലോക്കൽ ബസ്സുകളാണ്. സാധാരണക്കാരൻ്റെ യാത്രാവാഹനമാണ് സ്വകാര്യ ബസ്സുകൾ. ആ ബസ്സിന് എന്തെങ്കിലും കേടുപാടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക തകർച്ച വന്നാൽ ആ ബസ് നിർത്തിയിട്ട് വന്നാൽ ഈ നാട്ടിലെ സാധാരണക്കാർക്കാണ് അതിൻ്റെ ബാധിക്കുന്നത്. കാരണം സ്വകാര്യ ബസ്സുകളാണ് ഇന്ന് മുക്കിലും മൂലയിലും സർവീസ് നടത്തുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഒരുപാട് സ്കൂളുകളുടെ റൂട്ടാണത്. അപ്പോൾ ഞങ്ങൾ നിർത്തിവെച്ചാൽ തീർച്ചയായിട്ടും അവർക്കെല്ലാം ബാധിക്കുന്ന വിഷയമാണ്. ഞങ്ങൾ സർവീസ് റോഡിൽ നിന്ന് ടോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ടോളിലേക്ക് കയറുന്നത്. പിന്നെ ഞങ്ങൾ വീണ്ടും സർവീസ് റോഡിലേക്കാണ് കയറേണ്ടത്. അങ്ങനെ വന്നാൽ ഞങ്ങൾ ഈ സർവീസ് നിർത്തി വെക്കുകയല്ലാത്ത വേറെ വഴികളില്ല. ഞങ്ങൾ ഒരിക്കലും സമരത്തിന് അനുകൂലമല്ല. മിന്നൽ പണിമുടക്ക് ഞങ്ങൾ തയ്യാറല്ല. പക്ഷെ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുത്. ഒരു ടോള് ഒരു ബസ് 440 റെസീറ്റ് കൊടുത്താൽ ഞങ്ങൾ അടുത്ത ട്രിപ്പ് മുതൽ ഞങ്ങൾ ബസ് നിർത്തിവെക്കും. അത് ഞങ്ങൾക്ക് വേറെ വഴിയില്ല. കാരണം ഒരു ദിവസം ബസ് ഓടിയാൽ 1000 രൂപ പോലും കിട്ടാത്ത ബസ്സുകളാണ് മിക്ക ബസ്സുകളുള്ളത്. കാരണം എല്ലാ പൈസകളും ഞങ്ങൾ കൊടുക്കുന്നത് പമ്പിലാണ്. അതുപോലെ തന്നെ സ്പെയർ പാർട്സാണ്. എല്ലാം വില കൂട്ടിയിട്ടുണ്ട്. ഡീസലിന് വില കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന മറ്റു ആനുകൂല്യങ്ങൾ, ഞങ്ങളെ ശമ്പളമായാലും ഞങ്ങളെ ബസ്സിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. കിട്ടാതിരിക്കാൻ ഞങ്ങൾ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് വേറെ വഴികളില്ല. ഞങ്ങൾക്ക് തലപ്പാടി കട്ട് ചെയ്ത് വേറെ വഴിയില്ല. ഏത് റൂട്ടാണ്? തലപ്പാടി മാത്രമല്ല, കേരളത്തിൽ എവിടെ ടോൾ വന്നിട്ടുണ്ടെങ്കിലോ അതിൽ നിന്ന് സ്വകാര്യ ബസ്സുകളെ ഒഴിവാക്കി കൊടുക്കണം. കാരണം സ്വകാര്യ ബസ്സുകൾ ഇങ്ങനെയുള്ള റോഡുകളിൽ പോകാൻ പാടില്ല. സർവീസ് റോഡിലെ പോകാൻ പാടുള്ളൂ. സാധാരണക്കാരൻ്റെ വാഹനമാണ്, വിദ്യാർത്ഥികളുടെ വാഹനമാണ്. ആ വാഹനത്തിൽ നിന്ന് ഈ ടോളിനെ ഒഴിവാക്കി കൊടുത്തില്ലെങ്കിൽ കേരളത്തിൽ മൊത്തം ഈ പ്രശ്നം ബാധിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇനി ഈ NH66 തലപ്പാടി മുതൽ തിരുവനന്തപുരം ഇത് ചെയ്താൽ കൂടുതലായിട്ട് വരുന്നത് സ്വകാര്യ ബസ്സുകൾക്കാണ്. ഇപ്പോൾ 34,000 ബസ് 7,000ലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഇനി അതിനേക്കാൾ ചുരുങ്ങാൻ വേണ്ടിയാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഈ ടോളിൽ നിന്ന് എന്ത് വന്നാലും സർക്കാർ അതിൽ നിന്ന് സ്വകാര്യ ബസ്സുകളെ ഒഴിവാക്കി തരണം എന്നാണ് നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താനുള്ളത്. ഈ ഏറെ പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന ബസ് വ്യവസായത്തെ ഇപ്പോഴത്തെ ടോൾ പ്ലാസ നിർമ്മാണവും അതിലെ ടോൾ പിരിവും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്. ഇതിൽ സർക്കാർ അടിയന്തരമായി ഇടപെടൽ നടത്തി ഈ വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.